നമസ്കാരം. മികവാർന്ന വ്യക്തിത്വങ്ങൾ മോദിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ മോദി എന്ന മികവാർന്ന രാഷ്ട്രതന്ത്രജ്ഞന്റെ മുന്നിൽ എത്തിയ ഒരാളായിരുന്നു അമിതാഭ് കാന്ത്. കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുന്ന ആൾ, അതായിരുന്നു അമിതാഭ്. 2014 മുതൽ 2025 വരെ മോദിക്കൊപ്പമായിരുന്നു ഇദ്ദേഹം. 2014 മോദി ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ എത്തിയപ്പോൾ കേന്ദ്ര വ്യവസായ നയം രൂപീകരിക്കുന്ന വകുപ്പിന്റെ സെക്രട്ടറിയായിരുന്നു ഇദ്ദേഹം. ഇന്ത്യയുടെ വികസന മോഹങ്ങൾക്ക് ചിറകു നൽകുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതും ഇദ്ദേഹമായിരുന്നു. തുടർന്ന് അമിതാഭിനെ ഉയർന്ന ചുമതലകളിലേക്ക് മാറ്റുകയുണ്ടായി. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭാവി യാത്രാ പദം ഒരുക്കുന്ന നീതി ആയോഗിന്റെ CEO ആയി. ഇന്ത്യയുടെ സ്വത്തിനെ ധനമാക്കി മാറ്റുന്നതും എയർ ഇന്ത്യയുടേതുൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഫലപ്രദമായ സ്വകാര്യവത്കരണവും വൈദ്യുത വാഹനത്തിലേക്കുള്ള കുതിപ്പും പോലുള്ള സ്വപ്ന പദ്ധതികൾ രൂപവൽക്കരിക്കുകയും മോദി നടപ്പാക്കുകയും ചെയ്തു. തുടർന്ന് G20 ഷെർപ്പ എന്ന ചുമതല നൽകുകയുണ്ടായി അമിതാഭിന്. G20 അംഗരാഷ്ട്രങ്ങളുടെ തലവന്മാരും സർക്കാർ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി സാമ്പത്തിക വികസനം, വ്യവസായം എന്നീ മേഖലകളിലെ ചർച്ചാ പ്രബന്ധങ്ങളും കരാറുകളും തയ്യാറാക്കി G20 ഉച്ചകോടിയിലേക്ക് കൊണ്ടുപോകുന്ന ചുമതലയാണ് ഷെർപ്പയുടേത്. 1994 അമിതാഭ് കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്നപ്പോൾ പല രീതികളാൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായിരുന്ന മാനാഞ്ചിറ മൈതാനത്തെ ആധുനിക മുഖഛായയുള്ള മാനാഞ്ചിറ സ്ക്വയർ ആക്കി വർഷം തോറും ദേശീയ സ്വഭാവത്തിലുള്ള മലബാർ മഹോത്സവം എന്ന ദിവസങ്ങളോളം നീളുന്ന സാംസ്കാരിക പരിപാടിക്ക് തുടക്കം കുറിച്ച് പുൽത്തകിടികളാൽ അലങ്കരിച്ച് പാർക്കാക്കി മാറ്റിയ ആ കളക്ടറെ മലയാളികൾ മറക്കില്ല. അത് മോദിയും ശ്രദ്ധിച്ചു. അങ്ങനെയാണ് അമിതാഭിനെ മോദി തന്റെ കൂടെ കൂട്ടിയതും. തുടർന്ന് ഇന്ത്യയുടെ വികസനം കൂടുതൽ കരുത്താർജിക്കുകയുണ്ടായി. 2001 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിലെ പ്രചാരണമാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പദവി കേരളത്തിന് ഇദ്ദേഹം ഉറപ്പിച്ചു നൽകിയത്. മോദിയുടെ വലങ്കൈ, ഹൃദയം കവർന്ന വ്യക്തിത്വത്തിന്റെ തലകുനിക്കാത്ത പടയാളി, തന്റെ 45 വർഷത്തെ സർക്കാർ സേവനത്തിനു ശേഷം ജൂൺ 16 പടിയിറങ്ങുകയാണ്. മോദിയോടും ധനമന്ത്രി നിർമ്മല സീതാരാമനോടും നന്ദി പറഞ്ഞ് തന്റെ പുതിയ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ സമയമായി എന്ന് പറഞ്ഞ് തന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുകയാണ്.